നമസ്കാരം. പിഷു എന്നാണ് പിഷാരടിയെ സിനിമക്കാർ മുഴുവൻ വിളിക്കുന്നത്. എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത നടനാണ് പിഷാരടി. CPM ഏറ്റെടുത്ത് 2 തവണ കൊല്ലം MLA ആക്കിയ മുകേഷിനെ പോലെ ഇന്നവരെ ഒരു നടിയുടെയും മുറിയുടെ വാതിൽക്കൽ പോയി മുട്ടി എന്ന പേരുദോഷം കേട്ടിട്ടില്ല. ദീർഘകാലം MLAയും ഇടതുമന്ത്രിയുമായിരുന്ന KB ഗണേഷ് കുമാറിനെ പോലെ ഒരു യുവതിയും പിതൃത്വാവകാശവുമായി രംഗത്ത് വന്നിട്ടില്ല. CPM സ്വന്തമായി കൊണ്ടുനടന്ന രഞ്ജിത്തിനെ പോലെ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടില്ല. എന്തിനേറെ ഇടതിൻ്റെ സ്വന്തമായ കമലിനെ പോലെ ഒരു പേരുദോഷവും കേൾപ്പിച്ചിട്ടില്ല. സാംസ്കാരിക നായകരും ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ CPMനൊപ്പം നിൽക്കണം എന്ന അലിഖിത നിയമത്തെ ലംഘിച്ചുകൊണ്ട് താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ അപൂർവം പേരിൽ ഒരാൾ. സിനിമാ ജീവിതത്തിൻ്റെ തുടർച്ചയായി പൊതുപ്രവർത്തനം ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി MLA പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത നേതാവ്. സ്വാഭാവികമായും CPM വല്ലാതെ ഭയപ്പെടും. അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ആ കെണിയിലേക്കാണ് അറിയാതെ പോയി പിഷാരടി വീണുകൊടുത്തത്. സോഷ്യൽ മീഡിയയിൽ നിറയെ ഇടതു പ്രൊഫൈലുകൾ പിഷാരടിക്കെതിരെ ആഞ്ഞടിക്കുന്നു. പിഷാരടിയെ രമേശ് മാങ്കൂട്ടത്തിൽ എന്ന ടാഗ് ലൈനിട്ട് പിഷാരടിക്കെതിരെ അതിശക്തമായ സൈബർ പ്രചരണം നടത്തുന്നു. ഇന്നലെ വരെ ശ്വേതാ മേനോൻ സംഘിയാണ്, അമ്മയെ തൂക്കിവയ്ക്കാൻ ശ്രമിച്ചു, അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച നവോത്ഥാന നായകരും സാംസ്കാരിക ഫെമിനിസ്റ്റുകളുമൊക്കെ ഇപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണോ എന്ന് പറഞ്ഞ് പിഷാരടിക്കെതിരെ വാളെടുക്കുന്നു. പിഷാരടി ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയില്ല. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയപ്പോൾ മുതൽ ഓരോ സ്റ്റെപ്പും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് അതിനൊക്കെ കയ്യടി കിട്ടി വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് സ്വന്തമാക്കി നിയമസഭയിലും ആ പെർഫോമൻസ് കൃത്യമായി തുടർന്ന് ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന പിഷാരടിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ ആഘാതം. പിഷാരടിയുടെ വാക്കുകളെ ഒറ്റയ്ക്കെടുത്താൽ നമുക്ക് ആർക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇന്നലെ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഏതു പുരുഷനും ഏതു സ്ത്രീയോടും സെക്ഷുവൽ ജോക്ക് നടത്താം. പക്ഷെ മറുവശത്തുള്ള സ്ത്രീ അത് ഇഷ്ടപ്പെടണമെന്ന് മാത്രം. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. പിഷാരടിയുടെ ഭാഗത്ത് തെറ്റായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ശ്വേതാ മേനോന് ഒന്നും മനസ്സിലാവാതെ പറഞ്ഞപ്പോഴും ഞാൻ അത്തരക്കാരിയല്ല എന്ന് പറയുമ്പോഴും പിഷാരടി ആ ചിരി തുടർന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പിഷാരടി വിചാരണ ചെയ്യപ്പെടുമ്പോൾ മറുപടി പറയാൻ പോലും പിഷാരടിക്ക് കഴിയാത്തത്. ഇന്നലെ ഞാൻ പിഷുവിനെ വിളിച്ചു, എന്തു സംഭവിച്ചു എന്നറിയാൻ. വളരെ വേദനയോടെ സങ്കടത്തോടെയാണ് പിഷു സംസാരിച്ചത്. പറ്റാനുള്ളത് പറ്റി, ഇതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, സംഭവിച്ചത് മാറ്റി സംഭവിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പിഷാരടി വേദനയോടെ പറഞ്ഞത്. അത് സംഭവിച്ചതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നും പിഷാരടി ഒരുങ്ങിയില്ല. പക്ഷെ പിഷാരടിയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. അത്രയേറെ ആശങ്ക ആ മനുഷ്യൻ്റെ ഇടറുന്ന ശബ്ദത്തിലുണ്ട്. ഇന്നേവരെ പിഷാരടി തമാശ കലരാതെ ഒരു വാക്കുപോലും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പിഷാരടിയുടെ ബ്രാൻഡാണ് പലപ്പോഴും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക എന്നത്. ആ പിഷാരടിയെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും പറയാൻ ആർക്കുമില്ലാതിരിക്കവേ ചിരകാലം ഇനി പിഷാരടിയെ വേട്ടയാടാൻ ഒരു ക്യാപ്സ്യൂൾ ഒരുക്കി കൊടുത്തതിൻ്റെ വേദനയും ഖിന്നതയും പിഷാരടിക്കുണ്ട്. ഈ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിഷാരടി ചതിക്കപ്പെടുകയായിരുന്നു. ശ്വേതാ മേനോനുമായി പിഷാരടിക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത്. എക്കാലത്തും ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളെ പോലെ പെരുമാറിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പിഷാരടിക്ക് ശ്വേതാ മേനോൻ സ്നേഹചുംബനം കൊടുക്കുന്ന ആ പഴയ ചിത്രമാണ്. നോക്കൂ, ഈ ചിത്രത്തിൽ ശ്വേതാ മേനോൻ ചുംബിക്കുന്നത് ലൈംഗിക വികാരത്തോടെയല്ല. അതുപോലെ തന്നെയാണ് പിഷാരടി അത് ഏറ്റുവാങ്ങുന്നതും. ഊഷ്മളമായ സൗഹൃദമുള്ള ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹപ്രകടനത്തിനപ്പുറത്തേക്ക് അശ്ലീല കാഴ്ചയൊന്നും അതിലില്ല. ഇങ്ങനെ ശ്വേതാ മേനോന് പിഷാരടി ചുംബിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി എത്ര ഊഷ്മളമായിരിക്കണമെന്നോർക്കണം. ദിവ്യ S. അയ്യർ മന്ത്രി K. രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയും ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തതിൻ്റെ മറ്റൊരു വശമാണ് ഇതും. ആ ഒരു ആത്മബന്ധത്തിന് പുറത്താണ് പിഷാരടി തമാശ പറഞ്ഞത്. വെറുതെ എന്തെങ്കിലും ഒരു സെക്ഷുവൽ ജോക്ക് പറഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്ന് സാഹചര്യം വിലയിരുത്തിയാൽ മനസ്സിലാക്കാം. ഏതാണ്ട് 41 മിനിറ്റാണ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിൽ സംസാരിച്ചത്. സംസാരം തുടങ്ങിയപ്പോഴല്ല ശ്വേതാ മേനോനോട് പിഷാരടി ഈ ജോക്ക്, ഈ വളുപ്പ് പറഞ്ഞത്. സംഭാഷണം അമ്മയിലെ പ്രതിസന്ധിയാണ്, ശ്വേതാ മേനോൻ്റെ രാജിയാണ്, അൻസിബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കോടതിയിലേക്ക് നീങ്ങിപ്പോകുന്ന അമ്മയുടെ നാണക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത് പിഷാരടി 41 മിനിറ്റ് നേരം സംസാരിക്കുന്നു.
അങ്ങനെ മനസ്സ് തുറന്ന് സുഹൃത്തുക്കളെ പോലെ അവർ സംസാരിച്ചതിനൊടുവിൽ ആ ഒരു അന്തരീക്ഷം തണുപ്പിക്കാൻ വേണ്ടി തൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു. ശ്വേത അപ്പോൾ ഭർത്താവ് വരും എന്ന് മറുപടി കേട്ടാൽ സ്വാഭാവികമായും എങ്കിൽ പിന്നെ അതായിരിക്കും പരിപാടി എന്ന തരത്തിൽ സംസാരിച്ചതാണ്. ശ്വേത ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് സ്ത്രീയാണെന്ന് തീർച്ചയാണ്, അതിലൊരു തർക്കവും വേണ്ട. അവർ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരുടെ കെട്ടിപ്പടുത്തുമോ സൗഹൃദമോ തെറ്റായ ലക്ഷ്യത്തിലുള്ളതുമല്ല. പക്ഷേ ഇവിടെ അവർക്കൊരു അങ്കലാപ്പുണ്ടായിരുന്നു. കാരണം ഇവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് അവർക്കറിയാം, അത് പിഷാരടിക്കറിയില്ല. റെക്കോർഡ് ചെയ്യുന്നത് വഴി അവർ പിഷാരടിയെ മോശക്കാരനാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നേരെ മറിച്ച് ആ വിഷയത്തിൽ തൻ്റെ ഭാഗത്തെ സത്യം അത് പിഷാരടിയെ കൊണ്ടുകൂടി സമ്മതിപ്പിച്ച് ലോകത്തോട് പറയുക എന്ന ഒരു ധർമ്മയുദ്ധത്തിൻ്റെ ഭാഗമായ അധർമ്മ പ്രവൃത്തിയായിരുന്നു. അത് അങ്ങനെ തന്നെയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോയത്. കൃത്യമായ ലക്ഷ്യത്തിൽ ശ്വേതയ്ക്ക് അത് എത്തിക്കാനും കഴിഞ്ഞു. പക്ഷെ ഒടുവിൽ തൻ്റെ ഊഷ്മള സൗഹൃദത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായപ്പോൾ ശ്വേതയ്ക്ക് പോലും എന്ത് പറയണം എന്നറിയാതെ പോയി. അതുകൊണ്ടാണ് ശ്വേത ഇങ്ങനെ ബോധപൂർവം സംസാരിക്കുന്നത്. സാധാരണ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ശ്വേത ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടും അത് മനസ്സിലായില്ല പിഷാരടിക്ക് എന്നതാണ് പിഷാരടിയുടെ വീഴ്ച. സൗഹൃദ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് അധാർമികം തന്നെയാണ്. പക്ഷെ ഒരു ധർമ്മയുദ്ധത്തിനിറങ്ങുമ്പോൾ തൻ്റെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടി ചില അധർമ്മ പ്രവർത്തികൾ ചെയ്താൽ കുഴപ്പമില്ലെന്ന് മഹാഭാരത യുദ്ധത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ശ്വേതയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ശ്വേത ഒരു കുറ്റം ചെയ്തു. പിഷാരടി എന്ന സുഹൃത്തിനെ അപമാനിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അവസാനത്തെ ആ 1 മിനിറ്റ് സംഭാഷണം ശ്വേത കട്ട് ചെയ്തിട്ട് പുറത്തുവിടാൻ പാടുണ്ടായിരുന്നുള്ളൂ. ആ സംഭാഷണം കേൾപ്പിക്കാനെടുത്ത തീരുമാനം അങ്ങേയറ്റം ഖേദകരമായി പോയി. ഇതാണ് പിഷാരടിയെ തകർത്ത് കളഞ്ഞത്. ആ ഭാഗം കട്ട് ചെയ്തിട്ട് ശ്വേതാ മേനോൻ ഈ സംഭാഷണം പുറത്തുവിട്ടിരുന്നെങ്കിൽ അത് പുറത്തു വന്നാൽ പോലും പിഷാരടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. പിഷാരടിയോടെ ഞാൻ അത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പിഷാരടി നന്ദിയുള്ളവനാകുമായിരുന്നു. വാസ്തവത്തിൽ ഈ വഞ്ചനയിൽ പിഷാരടി അടിമുടി തകർന്നിരിക്കുന്നു. പിഷാരടിയോട് സംസാരിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനുണ്ടാവുന്ന ഇടർച്ച. ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല പിഷാരടി എന്നോർക്കണം. സിനിമയെ സൈഡ് ലൈൻ ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുമ്പോൾ ഇനി എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ബ്ലാക്ക് മാർക്കായി അത് മാറിയതിൻ്റെ വേദന പിഷാരടിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ശബ്ദത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. റനീഷ് തുരുത്തിക്കാടൻ ഇങ്ങനെ എഴുതുന്നു: രമേഷ് പിഷാരടിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കമ്മികൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അയാളെ സ്വഭാവഹത്യ നടത്തി തോൽപ്പിക്കാം എന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണ് കമ്മികൾ. പഴയൊരു കാര്യമാണ് ഓർമ്മയിൽ വന്നത്. മഴവിൽ മനോരമയിലെ ഒരു ഷോ നടക്കുന്നു. വച്ചുള്ള സിനിമകൾ പറയുന്ന എന്തോ സംഭവമാണെന്ന് ഓർമ്മ. കുറേ സിനിമകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ ഒരെണ്ണം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പിഷാരടി കിനാരത്തുമ്പികൾ എന്ന് പറയുന്നു. പുള്ളിയെ എല്ലാവരും കളിയാക്കുന്നു. ശ്വേതാമനൻ വന്ന് കാമസൂത്ര എന്ന് പറയുന്നു. അതിനെ തുടർന്ന് നടക്കുന്ന സംഭാഷണങ്ങളൊക്കെയും അല്പം ഡബിൾ മീനിങ് ആണ്. പരസ്യമായി പോലും ഇങ്ങനെ സംസാരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാവുന്ന സൗഹൃദം ഇവർക്കൊക്കെ ഇടയിലുണ്ടെന്ന് വ്യക്തം. ഇവിടെ ഇപ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്വേത സംസാരിച്ചതെന്ന് വ്യക്തം. ശ്വേത സ്ഥിരമായി പറയുന്ന രീതിയിൽ ആകാം പിഷാരടി അവരോട് സംബന്ധിച്ചത്. എന്നാൽ കോൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശ്വേത ആറ്റിറ്റ്യൂഡ് മാറ്റി സംസാരിച്ചു. സംഘപരിവാറിന് വേണ്ടി പ്രത്യേക അജണ്ടയോടുകൂടിയാണ് ശ്വേത അമ്മയിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമാവുകയാണ്. അവരുടെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയതിന് നന്ദി കാണിക്കാനും സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കാനും ഇപ്പോൾ തയ്യാറായത്. 2 സുഹൃത്തുക്കൾക്കിടയിലെ ഫോൺ സംഭാഷണം കടിച്ചു തൂങ്ങി തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയിൽ നിന്നുള്ള അപമാനത്തിന് രക്ഷപ്പെടാം എന്ന് കരുതുന്ന കമ്മികളുടെ ഗതികേടൊക്കുമ്പോൾ സഹതാപം തോന്നുന്നു. അയാൾ പാലക്കാടിന് ജനകീയ MLA ആണ്. നീയൊക്കെ എത്ര കുറിച്ചാലും ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനെ നിയമസഭയിൽ ആ ജനതയുടെ ശബ്ദമായി പിഷാരടി തുടരും. അയാൾ ജയിച്ചത് കേവലം തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പാലക്കാടിൻ്റെ ഹൃദയം കൂടിയാണ്. ഈ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനുമൊക്കെ ഇപ്പോഴും വോട്ട് ചെയ്യുന്നവന്മാരാണ് സൗഹൃദ സംഭാഷണത്തിൽ ഞരമ്പ് രോഗം കണ്ടെത്താൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരം ഒരു രാഷ്ട്രീയ മാനവും ഇതിന് കൈവരിക്കുന്നുണ്ട്. അവസാനമായി എനിക്ക് പറയാനുള്ളത് ജെറി പൂവക്കാല എഴുതിയത് മാത്രമാണ്. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോൺ കോൾ മതി ഇന്നൊരാളുടെ ജീവിതം തകിടം മറിയാൻ. സാങ്കേതികവിദ്യ വിരൽ തുമ്പിൽ വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടാം. അടുത്തിടെ മലയാളി സമൂഹത്തിൽ വലിയ ചർച്ചയായ രമേഷ് പിഷാരടിയുടെ ഫോൺ കോൾ വിവാദം ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. തമാശയ്ക്കോ സൗഹൃദത്തിന് പുറത്തോ പറയുന്ന ഒരു വാക്കോ ഒരു മൂളലോ അല്ലെങ്കിൽ ഒരു ചിരിയോ പോലും എങ്ങനെ ഒരാളുടെ കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും വലിയ നാറ്റക്കേസിൽ കൊണ്ടു ചെന്നെത്തിക്കാം എന്ന ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. സൗഹൃദങ്ങൾ എത്ര വലുതാണെങ്കിലും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില ലക്ഷ്മണരേഖകൾ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. സൗഹൃദങ്ങൾക്കാകാം, പക്ഷെ അതിർവരമ്പുകൾ വേണം. ഒരു രാഷ്ട്രീയക്കാരനോ MLA യോ അല്ലെങ്കിൽ പിഷാരടിയെ പോലെ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു സെലിബ്രിറ്റി ആവട്ടെ,
ഫോണിൻ്റെ മറുതലയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകാം എന്ന പൂർണ്ണ ബോധ്യത്തോടെ വേണം ഇനി മുതൽ സംസാരിക്കാൻ. നമ്മളല്ലേ, കുഴപ്പമില്ല എന്ന അമിത വിശ്വാസമാണ് പലപ്പോഴും കെണിയാവുന്നത്. പരസ്പരമുള്ള സൗഹൃദം എത്ര ആഴത്തിലുള്ളതാണെങ്കിലും അതിനൊരു മാന്യമായ അതിർവരം എപ്പോഴും സൂക്ഷിക്കുക. മറ്റൊരു കുടുംബമുള്ളവരോട് സംസാരിക്കുമ്പോൾ മാന്യത കൈവിടരുത്. വിശേഷിച്ചും മറ്റൊരു കുടുംബമായി ജീവിക്കുന്ന ഒരു സ്ത്രീയോട് നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പുലർത്തേണ്ട ചില മാന്യതകളുണ്ട്. പരസ്പര ബഹുമാനം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലായിരിക്കണം വാക്കുകളുടെ പ്രയോഗം. തമാശയുടെ പേരിൽ പോലും അശ്ലീലം കലർന്ന ഭാഷയോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഉപയോഗിക്കാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ തമാശയായി പറയുന്ന കാര്യങ്ങൾ നാളെ മറ്റൊരാൾക്ക് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആയുധമായി മാറിയേക്കാം. കരിയർ തകർക്കുന്ന ഒരു മൂളൽ പിഷാരടിയുടെ കേസിൽ ഉൾപ്പെടെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഇതാണ്. ഒരുപക്ഷെ ബോധപൂർവമല്ലെങ്കിൽ പോലും മറുഭാഗത്ത് നിന്ന് അനാവശ്യമായ സംഭാഷണങ്ങൾക്ക് നൽകുന്ന ഒരു ചിരിയോ മൂളലോ പോലും നിങ്ങളുടെ കരിയറിനെ എന്നേക്കുമായി ബാധിക്കുന്ന കറയായി മാറാം. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടില്ലാതാകും. ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓഡിയോ റെക്കോർഡിങ്ങിന് പിന്നിൽ എത്ര തിരുത്തിയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയില്ല. ഓർക്കുക, നിങ്ങളുടെ ഫോണിലെ ഓരോ വാക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന ജാഗ്രത മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ഇതൊരു പാഠമാകണം. കുടുംബമുള്ളവരും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഈ സംഭവം എല്ലാവർക്കും ഒരു വലിയ പാഠമായിരിക്കണം. ഫോൺ കോളുകൾ എപ്പോഴും ഔദ്യോഗികവും മാന്യവുമായി നിലനിർത്തുക. വ്യക്തിപരമായ തമാശകൾ അതിരുകടക്കാതെ സൂക്ഷിക്കുക. മറുതലയ്ക്കൽ സംസാരിക്കുന്ന വ്യക്തിയുടെ അന്തസ്സിനെ ബഹുമാനിക്കുക. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ വിവേകത്തോടെയുള്ള സംസാരം മാത്രമാണ് നമ്മുടെ വ്യക്തിത്വത്തെയും കുടുംബത്തെയും നാണക്കേടുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴഞ്ചൊല്ല് ഡിജിറ്റൽ ലോകത്ത് മറ്റെന്തിനേക്കാളും പ്രസക്തമാണ്.